വേണുചേട്ടൻ ചോദിച്ചതിൻ്റെ വേറൊരു മറുചോദ്യമുണ്ട്. ഒരുപക്ഷെ വിസ്മയമായിട്ട് ലാലിന് തോന്നിയേക്കാം. അതേസമയം തന്നെ ഇതിങ്ങനെയല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ചെയ്തത് ശരിയെന്ന് വാദിക്കുകയല്ല, പക്ഷേ അങ്ങനെ ആയിരുന്നു അന്ന് ചെയ്യേണ്ടിയിരുന്നതെന്ന് തോന്നും. ലാൽ ഒരുപക്ഷെ ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം പിന്നീട് ആ സിനിമ കാണുമ്പോൾ ആ സിനിമ വേണേൽ പരാജയപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിലെ ചില കഥാപാത്രങ്ങൾ, ആ മുഹൂർത്തങ്ങൾ, ആ അഭിനയ തലങ്ങൾ, ഇനി ഞാൻ ഇത് കാണില്ല. അല്ലല്ല, ആ സിനിമ തുടങ്ങിയപ്പോഴേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഒരിക്കലും ചെയ്യേണ്ടിയിരുന്ന സിനിമയല്ല, പക്ഷേ നമുക്ക് ഗതികേട് കൊണ്ട് നമ്മൾ എത്രയോ സിനിമകൾ ചെയ്തിരിക്കും. കാര്യം ആ സിനിമ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരുപാട് അല്ലേ നമുക്ക് താല്പര്യമില്ലാതെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നമ്മൾ താല്പര്യക്കേട് കാണിക്കുന്നത് ശരിയല്ല, അല്ലേ? ഒരുപാട് ആൾക്കാർ ലാലിനെ ഉപദേശിക്കാറുണ്ട്, ലാൽ സെലക്റ്റീവ് ആകണം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഉപദേശിക്കുന്നവരെന്നെ വീണ്ടും വന്ന് നമ്മളോട് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്ന് പറയാറുണ്ട്. നമുക്കതിനുള്ളൊരു സമയമല്ല. നമ്മളെ സിസ്റ്റം അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ മലയാള സിനിമയിൽ അങ്ങനെ 5 വർഷം കൂടിയിരുന്ന ഒരു സിനിമ ചെയ്യുക ഞാൻ ചോദിച്ചല്ല ലാലേ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ധർമ്മമാണ്. ദാറ്റ് ഈസ് മൈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഞാൻ ചോദിച്ചതല്ല, ഇത് ചോദിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. വരട്ടെ. എന്തുകൊണ്ടാണ് ലാല് കഥാപാത്ര തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ചില നിഷ്ഠകൾ പാലിക്കാത്തതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഏറ്റവും മികച്ച അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ എന്തുകൊണ്ടാണ് ലാല് ഫലപ്രദമായി ഉപയോഗിക്കാത്തത്? 2 മാർക്ക് തന്നിട്ട് എനിക്ക് നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ്, അല്ലേ? 100-ൽ 2 മാർക്ക്. ഒരുപാട് നല്ല സിനിമകൾ ഞാൻ സിബിയുമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? എത്രയോ ഞാൻ ഒരുപക്ഷെ അന്ന് മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇപ്പോൾ അന്ന് വരെ മ്യൂസിക് എന്ന് പറയുന്നതൊക്കെ ഡിറ്റീറിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഹിസ് ഹൈനസ് അബ്ദുള്ള, അല്ലെങ്കിൽ ഭരതം, കമലദളം, എത്ര നല്ല സിനിമകൾ, സദയം, അല്ലേ, ധനം, ഒരുപാട് സിനിമകൾ ചെയ്തിരിക്കുന്നത്. അതൊരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത്തരം കഥകൾ തിരഞ്ഞെടുത്ത് സംവിധായകർ എന്നെ സമീപിക്കാത്തത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, അല്ലേ? അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ ബേസിക്കായിട്ട് പറയുന്നത്, അന്ന് ഒരുപാട് നല്ല റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു സംവിധായകൻ റൈറ്ററും കൂടെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ഫിലിംസ് ഉണ്ടാകുന്നത്. നമുക്കത് ഇപ്പോൾ ഒരുപക്ഷെ പിന്നെ പത്മരാജൻ ആയാലും ഭരതനായാലും അവരൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ക്രാഫ്റ്റുള്ള. ലാലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. വേണ്ട, ലാൽ ഇവിടെ മറുപടി പറയണ്ട. എനിക്ക് ലാലിനോടുള്ള വലിയ ഇഷ്ടവും. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം തിരഞ്ഞെടുത്ത് അഭിനയിക്കാനാണെങ്കിൽ എനിക്ക് 3 വർഷത്തിൽ അല്ലെങ്കിൽ 5 വർഷത്തിൽ ഒരു സിനിമ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ലോ. ഇനി വളരെ കുറച്ച് കാലമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് നല്ല സിനിമകൾ. കുറച്ച് കാലം അങ്ങനെയല്ല, അറിയില്ലല്ലോ. വല്ല സന്യാസത്തിന് പോകുന്നുണ്ടോ? അറിയില്ല. ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇല്ല, അതെങ്ങനെ തീരുമാനിക്കും? ലാൽ ആൾക്കാരെ അമ്പരിപ്പിക്കുക അല്ല, സത്യമല്ലേ? നാളെ രാവിലെ എനിക്ക് വേറൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. അഥവാ വേറൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ലാൽ എന്തായിരിക്കും ചെയ്യുക? അതറിയില്ല, തോന്നിപ്പിക്കട്ടെ. ഒരു ബുദ്ധിമോശം ഒന്നും തോന്നിപ്പിക്കാതിരിക്കട്ടെ. അതാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇൻ്റലിജൻസ് ആണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യം തോന്നിച്ചാൽ. പക്ഷെ ലാലിന് എന്തെങ്കിലും ഒരു അസംതൃപ്തി ഉണ്ടോ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ? ഒരു അസംതൃപ്തി ഇല്ല. ഞാൻ ഏറ്റവും മനോഹരമായിട്ട് എല്ലാ നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എത്രയോ സന്തോഷകരമായിട്ട് ഞാൻ. അല്ലല്ല, ഉദാഹരണം വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനും കരിയറും ഉള്ള ആൾക്കാർ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അത് അവസാനിപ്പിച്ച് വേറൊരു വഴിത്തിരിവിലേക്ക് പോകാറുണ്ട് പല മഹാന്മാരും. അങ്ങനെ എന്തെങ്കിലും ചിന്ത ലാലിൻ്റെ മനസ്സിൽ? ഞാൻ പറഞ്ഞില്ലേ, വളരെ സീരിയസ് ആയ ചോദ്യം. അത് വളരെ അത്രയും സീരിയസ്നെസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് നാളെ എനിക്ക് തോന്നുകയാണ് ഇതല്ല എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യത്തിൽ അഭിനയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ലാൽ എന്ത് ചെയ്യുമായിരുന്നു ചോദ്യം പലപ്പോഴും ആൾക്കാർ പ്രസക്തിയില്ല. എന്താണെന്ന് ഒരിക്കലും ഞാൻ ഇതിനു വേണ്ടി എന്നെ ദൈവം ഇങ്ങോട്ട് വിട്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലേ? വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അതുപോലെയാണ്. ഇപ്പോൾ ഒരു സിനിമയിലെ ഒരാൾ വന്ന് കഥ പറയുമ്പോൾ ഇത് 365 ദിവസം ഓടുന്ന സിനിമയായിട്ടാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ചിലപ്പോൾ ഇത് ഓടില്ല എന്നുള്ളത്. പിന്നെ എത്രയോ നല്ല സിനിമകളുടെ കഥ അവർ പറയുമ്പോൾ നല്ലതാണ്, പക്ഷേ എടുത്തു വരുമ്പോൾ മോശമായി പോകും.